പരമാനന്ദമാധവം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എല്ലാവർക്കും വിനീത നമസ്കാരം. ഈ രാമായണ മാസത്തിൽ നാരായണീയ സംബന്ധമായിട്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു വിചിത്രമായിട്ടുള്ള കാര്യം കൂടിയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ അമ്മമാർക്ക് ഇപ്പോഴും കൂടുതൽ പ്രിയം നാരായണീയം ചൊല്ലാനാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സംസ്കൃതമാണ്, മേൽപ്പത്തൂരിൻ്റെ കട്ടിയായിട്ടുള്ള രചനയാണ്. എന്നിരുന്നാലും ഒരു പക്ഷേ അധ്യാത്മരാമായണം വായിക്കുന്നതിനേക്കാൾ നമ്മുടെ അമ്മമാരൊക്കെ നാരായണീയം പാരായണം ചെയ്യുന്നു. നാരായണീയം സഹസ്രാധികം ശ്ലോകങ്ങളെ കൊണ്ട്, 1000-ലധികം ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനുള്ളൊരു അർച്ചനയാണ്, സമർപ്പണമാണ് എന്നൊക്കെ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന് വ്യത്യസ്ത മേഖലകളിൽ, അറിവിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന് വലിയ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പണ്ഡിതവരേണ്യന്റെ ജീവിത അനുഭവത്തിന്റെ ഫലമായിട്ട് പിറന്നതാണ് നാരായണീയം. അതിന് കുറച്ചും കൂടി അപ്പോൾ ആഴവും പരപ്പും കൂടും. സ്വയം അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കൃതിയാണ്, ആവശ്യത്തിൽ നിന്നുണ്ടായ ഒരു കൃതിയാണ്. തൻ്റെ ഗുരുവിൻ്റെ വാതരോഗം ശമിപ്പിക്കുന്നതിനായിട്ട് കർമ്മവിഭാഗ ദാനമായിട്ട് സ്വീകരിച്ചതാണ് വാതരോഗം, ഗുരുവിൻ്റെ വാതരോഗം. പക്ഷെ സ്വീകരിക്കുമ്പോൾ ഇത്ര കഠിനമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഗുരുവിനോടുള്ള അകമഴിഞ്ഞ ഭക്തി കൊണ്ട്, അച്ഛനോടുള്ള അകമഴിഞ്ഞ പ്രിയം കൊണ്ട് തൻ്റെ യൗവനം തന്നെ കൊടുത്ത പാരമ്പര്യമുള്ളവരാണ്. അപ്പൊ ഗുരുവിനോടുള്ള അകമഴിഞ്ഞ ഭക്തി കൊണ്ട്, കാരണം എങ്ങനെ നശിച്ചു പോകേണ്ടിയിരുന്ന തനിക്ക് ഒരു തൻ്റെ ഗുരുനാഥൻ, അപ്പൊ ആ ഗുരുനാഥന്റെ രോഗം എല്ലാ അർത്ഥത്തിലും മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളുകയാണ്. ആ കർമ്മവിഭാഗദാനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സ്വീകരിക്കുന്ന ആളത് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് സ്വീകരിക്കണം, എന്നാലേ അത് ദാനം ഫലിക്കുള്ളൂ എന്നാണ്. എന്തായാലും അത് പൂർണ്ണ മനസ്സോട് കൂടി അത് സ്വീകരിച്ചെന്നുള്ളതിന് ഒരു ഉറപ്പ് കുറവില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ ആ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനുഷ്യന് ക്ലേശം അത് അനുഭവിക്കണം. സ്വയം അനുഭവിക്കുമ്പോൾ, ശരീരം അനുഭവിക്കുമ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, സഹിക്കാൻ പറ്റായില്ല. പിന്നെ മാത്രമല്ല, ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്നാണ്. എന്ത് ധർമ്മം ചെയ്യണമെങ്കിലും നമുക്ക് നമ്മുടെ ശരീരം അതിന് അനുകൂലമാവണം. അത് ആഗ്രഹിച്ചാലും പറ്റില്ല. നമുക്ക് അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായാലും നമ്മുടെ ശരീരം അതിന് അനുകൂലമാവണമല്ലോ. അപ്പോൾ അഗാധ പാണ്ഡിത്യമുള്ള ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് താൻ പഠിച്ച അറിവ് അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരണമെങ്കിലും വേണം ഈ ശരീരത്തിൻ്റെ അനുഭവം. എന്തോ തനിക്ക് വാതരോഗം കിട്ടി, വാതരോഗം കിട്ടിയത് കൊണ്ട് ജീവിച്ചോളാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗുരുവിന്റെ അസുഖം മാറി കിട്ടി, താൻ അത് സ്വീകരിച്ചു വെച്ചിട്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ മരണം വരെ ഇത് കൊണ്ടു നടക്കാം എന്നൊന്നുമല്ല. ഈ ദാനം സ്വീകരിക്കുന്നവർ തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളുടെ മഹാപാപങ്ങളാണ് പലപ്പോഴും ഈ ദാനരൂപത്തിൽ കൊടുക്കുന്നത്. അപ്പം ഇത് സ്വീകരിക്കുന്നവർക്ക് അത്രയേറെ പുണ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ദാനം സ്വീകരിക്കുന്നവർ പലപ്പോഴും ധാരാളം മന്ത്രജപങ്ങളെ കൊണ്ട് സ്വയം പരിശുദ്ധി വരുത്തുന്നത്. നിരന്തരമായ മന്ത്രജപങ്ങളെ കൊണ്ടും തപസ്സുകൊണ്ടും യജ്ഞം കൊണ്ടും, യജ്ഞദാന തപശ്ചൈവ പാവനാനി മനീഷിന. അങ്ങനെ സ്വയം നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാൻ പറ്റില്ല. അവനവൻ തന്നെയാണ് അവനവനെ ശുദ്ധീകരിക്കേണ്ടത്.
നിരന്തരമായി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ പാപമൊക്കെ സ്വീകരിക്കുന്നത്. നമ്മൾ ഈ എന്താണ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക, ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ബ്രാഹ്മണരുടെ അവസ്ഥ എന്താണെന്നുള്ളത്, ശുദ്ധനായിട്ടുള്ള ബ്രാഹ്മണന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ പാപങ്ങളടക്കം അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്യണത്. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളുടെ വിചാരം എന്താ, മുണ്ടും കാശും മാത്രം മേടിച്ചു വെക്കുകയാണെന്നുള്ളതാണ് പലരുടെയും ധാരണ. അങ്ങനെയല്ല. നമ്മൾ ഒരു പാത്രം അറിഞ്ഞ് ഒരു ആൾക്ക് ദാനം ചെയ്യുമ്പോൾ ആ ദാനത്തിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ പോലുള്ള ഈ ദാനം തന്ന ആളുടെ കുറെ ഗുണങ്ങളും കൂടി അങ്ങോട്ട് സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നല്ല ആളുകളാണെങ്കിൽ നല്ല ഗുണം ഉണ്ടാവും, ഭാഗമായിട്ട് വരും ഈ സ്വീകരിക്കുന്ന ആൾക്ക്. നിങ്ങൾ തന്നെ ഒന്ന് വെറുതെ യുക്തിപൂർവ്വം ആലോചിച്ചാൽ മതി. ചില ആൾക്കാരുടെ ചില സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരു പണിയാവുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെ. അപ്പോൾ ഇത് വളരെ യുക്തിപൂർവ്വം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അത് ചിലപ്പോൾ നമുക്ക് ലൗകികമായിട്ട് തന്നെ മതിയാവും. ചിലത് പാരമ്പര്യമായിട്ട് നമ്മളുടെ ആ കുടുംബത്തിന് തന്നെ അപകടമാവുന്ന ചില ദാനങ്ങളുണ്ട് അല്ലെ? അപഖ്യാതികളായിട്ടൊക്കെ മാറില്ലേ ചില ദാനങ്ങൾ? നമുക്ക് ആലോചിച്ചറിയാം. അപ്പൊ അതിനേക്കാൾ തീവ്രമാണ് നമ്മളുടെ ആ പുണ്യപാപ സഞ്ചയങ്ങളിലേക്ക് കടന്ന് ചിന്തിച്ചാൽ. അപ്പൊ അത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള പ്രാപ്തി ഉണ്ടാവണം. പിന്നെ ആരുടെ എന്ത് പാപവും സ്വീകരിച്ചാലും അതിനെ ഈ തപശക്തി കൊണ്ട് ഭസ്മീകരിക്കാൻ, എന്നിട്ട് സ്വയം ശുദ്ധമാവാൻ ഉള്ള തപസ്, ജപങ്ങൾ ഒക്കെ ആവശ്യം. സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്ത് ജപിച്ച് അതിനെ പവിത്രമാക്കണം സ്വയം. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു പൂജ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പൂജാരി എന്ന് പറഞ്ഞാൽ ഇടയിൽ നിൽക്കുന്ന ആളാണ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ പൂജ ചെയ്യുന്നത് അത് ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഇടയിൽ നിൽക്കുന്ന ആളാണ്. ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്ക് വലിയ ചുമതലയാണുള്ളത്. അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ ഫലങ്ങൾ അയാളിലൂടെയാണ് വരികയെന്ന്. അതൊക്കെ ഈ യജ്ഞദാന തപസ്സുകൊണ്ടാണ് അവർ ഒരു നിവൃത്തി വരുത്തുന്നത്. അങ്ങനെ ഈ വാതരോഗം കിട്ടി, അത് ജീവിതകാലം മുഴുവൻ വാതരോഗിയായിട്ട് കിടന്നാൽ ഈ ഗുരുനാഥൻ തന്നെ തനിക്ക് പറഞ്ഞു തന്നുണ്ടാക്കിയ അറിവുകൾ വ്യർത്ഥമായി. എന്തിനാ നമുക്കറിവ്? ഇതുപോലെ അനുയോജ്യമായ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് വിവേകത്തോടുകൂടി അറിഞ്ഞ് പ്രവർത്തിക്കാനാണ്. അപ്പൊ ഈ ഗുരുനാഥൻ പറഞ്ഞു തന്ന അറിവ് വെച്ചിട്ട് തന്നെ ചിന്തിച്ചപ്പോൾ തന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു മഹാനുണ്ട്. അവിടെയാണ് ജാതി അതൊക്കെയല്ല പ്രധാനം. ജാതി ജനിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാ ഗുണങ്ങളും ലഭിക്കണം എന്നില്ല. ജന്മം കൊണ്ട് നമുക്ക് കുറെ ഗുണങ്ങൾ കിട്ടും. പക്ഷേ കർമാർജിതമായിട്ടുള്ള കുറേ തലമുണ്ട്. അങ്ങനെയും ബ്രാഹ്മണനാവാം, ദേവജ്ഞനാവാം, വേദജ്ഞനാവാം. അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ചക്കിൽ എത്ര ആടും എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് 4ഉം 6ഉം ആടും. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും അറിയുന്ന മഹാപണ്ഡിതൻ ആണ് അദ്ദേഹം. ജന്മം കൊണ്ട് ശൂദ്രനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദരിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചും പറയാട്ടോ, ബ്രഹ്മപാദജൻ എന്ന് പറഞ്ഞാൽ ആ 4ാമത്തെ ഇതില് ശൂദ്രനായിട്ടുള്ള ആൾ. അജ്ഞാനിനാം ആദ്യനായുള്ള ഒരു ഞാൻ അറിവില്ലാത്തവരിൽ മുമ്പനാണ് എന്നൊക്കെ വിനയത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ചക്കില് എത്ര ആളും ചോദിച്ചത്. അപ്പോ ആ അഗ്രജൻ സതാമമ വിദുഷാം അഗ്രേസരൻ മദ്ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ട് തന്റെ ഗുരുനാഥനെയൊക്കെ സ്മരിക്കുന്നുണ്ട്. ആ അങ്ങനെ മഹാപണ്ഡിതനായിട്ടുള്ള എഴുത്തച്ഛൻ്റെ അടുത്തേക്ക് തനിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് തൻ്റെ ഒരു കിങ്കരനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവിടേക്ക് ചെന്നു. ഈ കിങ്കരൻ എന്ന് പറഞ്ഞാൽ രാജാവിന് മാത്രമേ കിങ്കരനുള്ളത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. സേവകൻ എന്നാണ് അർത്ഥം. എന്താ ഞാൻ ചെയ്യണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയല്ല, ചോദിക്കാണ്ട് തന്നെ ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്ന അങ്ങനത്തെ വൃത്യന്മാരെയാണ് കിങ്കരന്മാരെന്ന് പറയാം. ഇത് വിളിച്ചാലും വരില്ല എന്നുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള നല്ല തനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു തരാൻ അത്രയും മനസ്സുള്ള ഒരാളാണ് പറഞ്ഞയച്ചതെന്ന് അർത്ഥം. എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളെ ഞാൻ പറഞ്ഞയച്ചിട്ടുള്ളത്. അങ്ങനെ എഴുത്തച്ഛൻ്റെ അടുത്ത് ചെന്നു. എഴുത്തച്ഛനാണെങ്കിൽ ഒക്കെ ഒരു ഫലിത രൂപമാണ്. അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഒക്കെ ഫലിതായി. ഒരു തലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു ലാഘവമായി മാറി. ഗുരുത്വം ലഘുവായിട്ട് മാറും. പിന്നെ തിരിച്ച് എല്ലാം ലാഘവം. ആ ഒരവസ്ഥയിൽ പരാ 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 പരമപാഹിമാം
പരമാനന്ദമെന്നതേ പറയാവൂ എന്നിങ്ങനെ അതിലിങ്ങനെ ലയിച്ചിരിക്കുക. പരാപരാപരാ ആ അവസ്ഥയിലേക്ക് ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാരണവര്. അവിടേക്കാണ് ചെല്ലുന്നത്. അപ്പൊ എഴുത്തച്ഛൻ കാരണവരായിരിക്കുമ്പോ ഇദ്ദേഹം ചെറുപ്പാണെന്ന് ആലോചിക്കണം കേട്ടോ. മേൽപ്പത്തൂരിന് നല്ല പ്രായമാണത്. അതിലും നല്ല പ്രായത്തില് മോശമായി തുടങ്ങിയപ്പോഴാണ് ആ ഗുരുനാഥൻ നല്ലൊരു ബ്രാഹ്മണ ജന്മം നശിച്ചു പോകുമല്ലോ എന്ന് തന്റെ ശിഷ്യന്മാരെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്തുനിന്ന് കുടിച്ചിട്ടുമില്ല ശയ്യാഗ് ഇറങ്ങി വരിക. അത് ഇവിടെ കുട്ടികളും പഠിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടിയാണ് ഈ വരുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല, എത്രയാ പറഞ്ഞു നല്ലൊരു ബ്രാഹ്മണ. ഇത് ശരിക്കും കേട്ടു. ഇത് ഉറക്ക പറയേണ്ട പല കാര്യം നമ്മള് പതുക്കെ പറഞ്ഞാൽ മതി. കേൾക്കേണ്ടോടത്ത് കേൾക്കേണ്ട പോലെ കേട്ടാൽ അതിന്റെ ഫലം ഉണ്ടാവും. ഈ ഒരൊറ്റ ഗുരുവിന്റെ പറച്ചിലാണ് അടുത്തൂരിനെ മാറ്റിയത്. പിന്നെ എന്ത് തുടങ്ങി ഗുരുവിനെ ഞങ്ങളുടെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പഠിക്കുക. അമ്മാവൻ എന്ന് പറഞ്ഞാൽ അത് അപ്പോ ആ പ്രായം കുറവാണ്. അത് അന്നത്തെ വിവാഹ പ്രായമൊക്കെ അതല്ലേ. അപ്പോ എന്തായാലും അദ്ദേഹത്തിന്റെ നല്ല പ്രായം, പക്വതയുള്ള പ്രായത്തിലാണ് ഈ വാതരോഗം അദ്ദേഹം സ്വീകരിക്കുന്നത്. എന്നാൽ നല്ല ചെറുപ്പം മനസ്സിന്റെ പാകത കൊണ്ടാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു ഗുരുവിനെ കാണണമെന്ന് തന്നെ മോഹം ഉണ്ടായത്. നമുക്ക് ജീവിതത്തിൽ നന്നാവണമെന്ന് നമ്മൾ വിചാരിച്ചാലും ചിലപ്പോൾ യോഗം കൂടി ഉണ്ടാവണം അല്ലേ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് പോകുന്ന സമയത്താവും ഏതെങ്കിലും നമ്മളുടെ ഒരു രീതി അനുസരിച്ച് ചിലപ്പോൾ ഏതെങ്കിലും പണിക്കാരുടെ അടുത്ത് പോവുക എന്ന് വിചാരിക്കും അല്ലേ. ചിലപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിലും ഒരു നേരെ ആവണം എന്ന് പറഞ്ഞാൽ എല്ലാം കറങ്ങി തിരിഞ്ഞ് ശരിയാവേണ്ട ഒരു നിലയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് എത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗുരുനാഥനെ കിട്ടും. ഒന്നുകിൽ സ്വയമേവ ഒരു ഗുരുനാഥൻ നമ്മുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തും. ഇവിടെ അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ട്. ഏതാണ് നല്ല ഗുരു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇവിടെ എഴുത്തച്ഛനുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരോട് ചോദിക്കാനില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ശിഷ്യന് തൻ്റെ കിങ്കരനെ പറഞ്ഞത്. കിങ്കരൻ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാൻ. ഇവിടെ ചെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഈ പരാപരാ ശ്ലോകമൊക്കെ ചൊല്ലി ഇങ്ങനെ ഒരു കാര്യം ചെയ്തോളൂ, മത്സ്യം തൊട്ട് കൂട്ടാൻ പറയൂ എന്ന് പറയും. ഇയാൾക്കങ്ങോട് ദേഷ്യവും സങ്കടമൊക്കെ ആയിരിക്കും ഈ കിങ്കരന്. വളരെ മോഹിച്ച് ഇദ്ദേഹം ഒരു വഴി പറഞ്ഞു തരും എന്ന് വിചാരിച്ചിട്ട് തൻ്റെ സ്വാമിയോടുള്ള അഗാധമായ ഭക്തിയോട് കൂടിയിട്ടൊക്കെയാണ് ചെന്നത്. ഉള്ള ദേഷ്യത്തിന് കുറെ ചീത്തയൊക്കെ പറഞ്ഞു. നല്ല ശുദ്ധ ബ്രാഹ്മണനായിട്ടുള്ള ആളോട് മത്സ്യം കൂട്ടാൻ പറയേ, അങ്ങ് എന്ത് പണ്ഡിതനാ, ചിന്നനായിന്നോ തോന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാവും കൃത്യം പോയിട്ടുണ്ടാവുക. കൃത്യം ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു. വയ്യാണ്ട് ആയി തോന്നുന്നു, വയസ്സായി തോന്നുന്നു, തീരെ വയസ്സായിരിക്കണം. മത്സ്യം തൊട്ട് കൂട്ടാൻ തുടങ്ങി. അതെയോ? അതാണ് നമ്മള് ഈ അർത്ഥം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ അനുസരിക്കുമ്പോൾ അത് ഒരാൾ പറഞ്ഞത് കേട്ട് അനുസരിക്കുക ഏറ്റവും വലിയ വിഡിത്താണത്. പറഞ്ഞത് കേട്ട് അനുസരിക്കുക എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് കേൾക്കുക, എന്നിട്ട് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് വേണം അനുസരിക്കാൻ. പറഞ്ഞതാവില്ല ചിലപ്പോൾ അനുസരിക്കേണ്ടത്. അതിൽ നിന്ന് എന്താണ് അനുസരിക്കേണ്ടതെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളുടെ വിവേകം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് അത് മനസ്സിലായി. അതാണ് രണ്ടുപേരും നമ്മളുടെ അറിവിന്റെ തലം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ തുടങ്ങുകയാണ്. അങ്ങനെ അതിന് ഏറ്റവും നല്ല സ്ഥലം ഗുരുവായൂര് തന്നെ. കാരണം ഗുരു പവനപുരേശനാണ്, വാതരോഗമാണ് തൻ്റെ അസുഖം. അപ്പോൾ വാതാലയാധിപനായിട്ടുള്ള ഗുരുവായൂരപ്പന് മുന്നിൽ 100 ദിവസം അദ്ദേഹം ഭജിക്കാമെന്ന് വിചാരിക്കുന്നത്. സാധാരണ ഒരു 41 ദിവസം ഒരു മണ്ഡലക്കാലൊക്കെയാണ് ഭജന ഉണ്ടാവുക. പക്ഷെ അതുകൊണ്ട് ഇത് തീരില്ല എന്നുള്ള ഉറപ്പുണ്ട് അദ്ദേഹം. ഇത് കഠിനമാണ്. നരമണ്ഡലം ഭജിക്കുക 11 ദിവസം അല്ലേ, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ. 1 ദിവസം, 3 ദിവസം, 5 ദിവസം, 7 ദിവസം, 11 ദിവസം അല്ലെ, ഒരു പക്ഷം, അല്ലെങ്കിൽ 21 ദിവസം അരമണ്ഡലം, പിന്നെ ഒരു മാസം ഭജിക്കുക എന്നുള്ള രീതിയിൽ 41 ദിവസം എന്നുള്ള രീതിയിൽ. അങ്ങനെയൊന്നും പോരാ. ഇത് 100 ദിവസം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കണം. ആ 100 ദിവസം അദ്ദേഹം ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് ഓരോ ദിവസം 10 ശ്ലോകം വീതം എന്നാണ് വിചാരിച്ചത്. ഈ 10 എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം ഒരു പെട്ടെന്ന് ഒരു കൂടുതൽ ചൊല്ലാന്ന് തോന്നിയാൽ അത് തെറ്റില്ല. ഇപ്പോൾ വാഴപ്പഴം ഉണ്ടല്ലോ, അതിലൊരു കൂട്ടത്തിന് പടലം എന്നാ പറയുക. ആ പടല എണ്ണിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സമാനത ഉണ്ടാവും. എന്നാലും
അങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവുമല്ലോ എണ്ണത്തിൽ. പടലം എന്ന ഒരു രീതിയാണ്, ഒരു കണക്ക്. കൂട്ടം എന്ന് പറഞ്ഞാൽ 1-2 വ്യത്യാസം വരാം, അങ്ങനെയാണ് കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. അതാ. എന്നാലും അതിൻ്റെ ശരാശരിയാണ് നമ്മൾ കണക്കിൽ പറയും. അപ്പോൾ അതാണ് ഈ ദശകം എന്ന് പറയാൻ കാരണം. എന്നാലും കുറവുള്ളതില്ല കേട്ടോ, കൂടുതൽ തന്നെയാണ്. 11 ഒക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ 1034 ശ്ലോകങ്ങളുള്ള നാരായണീയം എന്ന് പറയുന്ന ഗ്രന്ഥം തുറക്കുക. ഓരോ ദിവസവും ഭഗവാനെ അങ്ങനെ സ്തുതിക്കും തോറും ഓരോ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ രോഗം അങ്ങനെ മൂർച്ഛിച്ചിട്ട് നാളെ ഒന്നും ഭജനം പറ്റില്ല എന്ന് വരെ എത്തുട്ടോ. പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഏന്തി വലിഞ്ഞ് അങ്ങനെ വരും. അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇതിപ്പോ എന്താ ഞാനിപ്പോ പറയാന്ന് വിചാരിക്കുകയാണ്. ശരിക്കും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഈ നാരായണീയം എഴുതാൻ പാകതയുള്ള പണ്ഡിതനായിട്ടുള്ള ആളാണ്. ഒന്ന് ശാരീരികമായിട്ടുള്ള ക്ലേശം, മറ്റൊന്ന് പോരാ 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 പോരാ, ഈ വാക്ക് പോരാ, ഇങ്ങനെ പോരാ ഇങ്ങനെ പോരാ. പണ്ഡിതന്മാർക്കേ തോന്നുള്ളൂ, സാധാരണക്കാർക്ക് ഞാൻ എഴുതുന്ന ഏറ്റവും ക്യാമെന്നത്. ഇത് സ്വയമേവ പണ്ഡിതനായതുകൊണ്ട് ഈ വാക്ക് പോരാ, ഇവിടേക്ക് ഇങ്ങനെ പോരാ എന്ന് സ്വയം തന്നെ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ 10ന്റെ കണക്കിൽ വരേണ്ടി വന്നത്. അങ്ങനെ ഈ അധവാരിണി ഘോരതരം ഭണിനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാളിയമർദ്ദന രംഗമൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കാണുന്ന പ്രതീതിയോട് കൂടിയിട്ടാണ്. കാരണം ആ ഭഗവാനെങ്ങനെ ദർശിച്ചിട്ട് എഴുതുന്ന രീതിയിലാണ് ഓരോ സന്ദർഭങ്ങളും പല സന്ദർഭങ്ങളിലും എന്നുള്ളതാണ്. ചില സമയത്ത് ഭഗവാന് തന്നെ ഇത് വീണ്ടും കേൾക്കാനത്ത് ഭഗവാൻ വന്ന് തിരുത്തി കൊടുത്തതായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സമർപ്പണമാണ് അവസാനം അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഭഗവാനെ ഞാൻ കണ്ടു. അങ്ങനെ ഭഗവാനെ തന്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് അഗ്രേ പശ്യാമി എന്ന് പറയുന്ന ദശകം. അങ്ങനെ തൊട്ടു മുന്നിലുള്ള ദശകങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കഥകൾ പറഞ്ഞു പോയിട്ട് പിന്നെ ഒരു 90 ദശകമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വലിയ വേദാന്താണ്, നിറയെ വേദാന്താണ് നാരായണീയത്തിൽ. അപ്പോൾ ഇത് ഒരു സ്തോത്ര കാവ്യം എന്ന് മാത്രമല്ല, മഹാപണ്ഡിതനായിട്ടുള്ള ഈ നാരായണ ഭട്ടതിരിപ്പാടിന്റെ നാരായണീയം വായിച്ചു കഴിഞ്ഞാൽ അതിൽ ശരിക്കും വായിച്ചു പോയി പഠിച്ചു പോവുകയാണെങ്കിൽ വ്യാകരണം പഠിച്ചു കഴിയും. അതാണ് വ്യാകരണം. ഇതിൽ ഒരു എന്താണ്, പാണിനി ഉണ്ടല്ലോ, ഈ സംസ്കൃതത്തിലെ ഏറ്റവും വ്യാകരണത്തിന്റെ ആളായിട്ടുള്ള പാണിനിയെ വരെ ചോദ്യം ചെയ്യുന്ന ആളാണ് ഈ മേൽപ്പത്തൂരിന്റെ വ്യാകരണ പ്രതിഭ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ഗുരുവായൂരദാസത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ മേൽപ്പത്തൂരിന്റെ പ്രതിഭയിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. മേൽപ്പത്തൂരിന്റെ പ്രഭാഷണങ്ങൾ അത് പരമ്പരയായിട്ട് ഗുരുവായൂരദാസം ആദ്യകാലങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു. എൻ വി കൃഷ്ണവാര്യരൊക്കെ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, ശ്രദ്ധേയമായ ലേഖനങ്ങൾ. അപ്പൊ ഇതില് നമുക്ക് ധ്രുവചരിതവും അതുപോലെ തന്നെ അജാമിള മോക്ഷവും അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം ഇതൊക്കെ ഇങ്ങനെ ഏറ്റവും രസകരം നല്ല ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കുചേലവൃത്തൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ത് രസമായിട്ടാണ് നമുക്ക് കാണാം. പിന്നെ അതുപോലെ നരസിംഹാവതാരം ആ ഉപയോഗിച്ചിട്ടുള്ളത് സ്തംഭേ ഘട്ടയതേ എന്ന് പറയുന്ന ആ ഉപയോഗിച്ചിട്ടുള്ള അക്ഷരം ഘട്ട എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ അവിടെ സംഭവിച്ചു എന്ന് അക്ഷരപ്രതീതി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. അധവാരിണി ഘോരതരം ഘണിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ അക്ഷരങ്ങളുടെ വിന്യാസം കൊണ്ട് നമുക്ക് അവിടെ ഒരു ചമൽക്കാര ഭംഗി ഉണ്ടാവുകയാണ്. അർത്ഥം കൊണ്ട് മാത്രമല്ല, അക്ഷരങ്ങളുടെ വർണ്ണങ്ങളുടെ വിന്യാസം കൊണ്ടും ഒരു ചമൽക്കാരം ഒരു കാവ്യത്തിൽ ഉണ്ടാവും. അതിനെയാണ് വർണ്ണവിന്യാസ വക്രത എന്ന് പറയുന്നത്. നമുക്ക് വേറെ വക്രത കിടക്കാം, ഇത് അതല്ല. ഈ വർണ്ണവിന്യാസങ്ങൾ വക്രത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് നമ്മളുടെ ഈ വക്രത അല്ല, ശരിക്കും വൈദിധ്യ ഭംഗി ഭണിതി എന്നുള്ളതാണ് വക്രോക്തി എന്ന് പറയുന്നത്. വക്രോക്തി എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യത്തോട് കൂടിയിട്ട് നമ്മൾ കാര്യം പറയുന്നതാണ് വക്രോക്തി എന്ന് പറയുന്നത്. വക്രമായതൊക്കെ ഭംഗിയാണ്. നമ്മൾ ഭംഗിന്ന് എഴുതുമ്പോൾ തന്നെ നോക്കൂ, അതിന് വളവില്ലാത്ത പലതുമില്ല. ഈ മലയാളം അത്ര ഭംഗിയാവുന്ന കാരണം മലയാള അക്ഷരമാല ഒന്ന് നോക്കി നോക്കൂ. മലയാള ഭാഷയിൽ ഏതെങ്കിലും അക്ഷരം നേരെയുള്ള ഒരു അക്ഷരം ഉണ്ടാവും, ഒക്കെ വളഞ്ഞിട്ടാണ്. നമ്മൾ മലയാളികൾക്കും അതെ ഈ വളവ് ഈ ആ വളയലാണ് ഭംഗികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അങ്ങനെയുള്ള വൈദഗ്ധ്യ ഭംഗിയോട് കൂടിയിട്ട് ഉള്ള ഒരു പറച്ചിലാണ് ഇതിലെ ഓരോ ശ്ലോകങ്ങളും എന്ന് നമുക്ക് കാണാം നാരായണീയം. അപ്പോൾ നാരായണീയം ചൊല്ലുമ്പോൾ ഈ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. ഇനി സത്യമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ ഇത്രയും നന്നായിട്ട് നാരായണീയം ചൊല്ലുന്നത് വലിയ ഒരു അതിശയം തന്നെയാണ്. എനിക്കിപ്പോഴും നാരായണീയം ചൊല്ലാൻ ഇപ്പോഴും പേടിയാട്ടോ. ഞാൻ സത്യമായിട്ട് പറയുന്നു, ഗുരുവായൂരിന്റെ അടുത്ത് വന്നിട്ട് 9 കൊല്ലമായി. ഞാൻ നാരായണീയ ശ്ലോകങ്ങൾ വളരെ കുറച്ചേ ചൊല്ലുള്ളൂ.
നിങ്ങൾക്ക് വിചാരിച്ചത് എൻ്റെ അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം കൊണ്ടല്ല, ആയിട്ടില്ല എന്ന് എൻ്റെ മനസ്സ് തോന്നിയില്ല. ഞാൻ ചൊല്ലില്ല എന്നല്ല, ഇനി അടുത്ത് ചെയ്യണമെന്നുണ്ട് നാരായണി. ഞാൻ എല്ലാവരും കൂടി നിങ്ങൾ എനിക്ക് ശക്തി തരിക. എനിക്ക് ബലം കുറഞ്ഞാൽ ഞാനത് ചെയ്യില്ല. മേശയെ ബലസ്ഥിതി ചെറിയത് അധർമ്മമാണ്. എനിക്ക് ബലം പോരാണ്ട് ഞാൻ ചെയ്താൽ അത് തെറ്റാണ്. പക്ഷെ എനിക്ക് ശരിയായി, വലിയ കുഴപ്പമില്ല ഭഗവാനെ, ഇനി ഭഗവാൻ പിടിച്ചോളൂ എന്ന് എനിക്ക് തോന്നുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ പേടിയാണ്. ഞങ്ങളുടെ കാര്യം പറയാം. അപ്പോ എന്നാ മക്കളൊക്കെ പേടിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നാരായണീയം ചെയ്യുമ്പോ ഞാൻ ഗുരുവായൂർ ആയതുകൊണ്ട് എനിക്ക് പേടി കൂടിയതാ. അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. ഗുരുവായൂർ ആയതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് നാരായണം ചെയ്യുമ്പോൾ അത് തെറ്റാവരുത് എന്നുള്ള ഒരു ഉള്ളിൽ ഇങ്ങനെ പറയണോണ്ട് ഒരു ശ്ലോകം പോലും ചൊല്ലുമ്പോൾ പേടിയാണ്. എന്നാ പ്രഭാഷണങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ അത് ചൊല്ലിയും വരും. അതാ ഞാൻ പറഞ്ഞ ആഗ്രഹം ഇല്ലാണ്ടല്ലാന്ന്. എൻ്റെ ഉള്ളിലെ ഭയം ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറഞ്ഞു. അതെന്താ വെച്ചാൽ അതുപോലെ ഈശ്വരന്റെ കാര്യമായതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് എനിക്ക് പറ്റാവുന്ന പൂർണ്ണതയിലേക്ക്, എല്ലാ പൂർണ്ണതയും വരുത്താൻ പറ്റില്ല, പരമാവധി എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കുറച്ചും കൂടി നന്നാവണം, എനിക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം വരുമ്പോൾ അത് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്യണം നല്ല ആഗ്രഹം ഇല്ല എന്ന് പറയുന്നത്. ഭഗവത്ഗീത കഴിഞ്ഞിട്ട് നാരായണീയം തുടങ്ങണം, ദേവി മഹാത്മ്യം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഗുരുവായൂർ വന്നിട്ട് ഒന്നും നേരം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഈ രാമരസം കോവിഡ് കാലത്ത് ഒരു ഒട്ടും മുന്നൊരുക്കം ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു പോയതാണ് രാമരസം. ഒരു ദിവസം ഒരു 5 മിനിറ്റ് വെറുതെ ഒരു പൈലറ്റ് എപ്പിസോഡ്, ഒരു ഇതുപോലെ, അതായത് ഒരു സന്ദേശം. ഈ കോവിഡ് കാലമാണല്ലോ, അപ്പോൾ ഒരു കർക്കിടക മാസത്തിൽ ഒരു രാമായണ സന്ദേശം എന്ന് പറഞ്ഞിട്ട് തന്നെ കൃഷ്ണകുമാർ മാഷ് എന്നോട് സ്നേഹത്തിൽ പിടിച്ചു കൊണ്ടുപോയതാണ്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതൊരു 10 മിനിറ്റിലും കൂടുതലേക്കായി. മാഷെ കുറച്ച് ദിവസം നമുക്ക് ഒരു കാലത്ത് വെറുതെ വന്നു, കർക്കിടക മാസം 1-ാം തീയതി അല്ലേ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ 1-ാം തീയതി ചെയ്തപ്പോൾ 2-ാം തീയതി ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞ് 31 ദിവസം കർക്കിടകം കഴിഞ്ഞോട് കൂടിയിട്ട് ലോക്ക്ഡൗൺ. അത് ശരിക്കും ഒരു നിശ്ചയം പോലെയാണ്. അങ്ങനെ ഓരോന്നും ആ ഒരു ഞാൻ ചെയ്യുന്നതല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വെറും വാക്കായിട്ട് പറയുന്നതല്ല. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഞാൻ കൊണ്ട് നടക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യമുള്ളൂ, ഭഗവാൻ എനിക്ക് അഹങ്കാരം ഉണ്ടാക്കരുത്. സംബോധമാവണം, പക്ഷെ അഹങ്കാരം ഉണ്ടാക്കരുത്. എൻ്റെ പോരായ്മകളും എൻ്റെ കഴിവില്ലായ്മകളും എന്നെ ഏത് സമയം ബോധ്യപ്പെടുത്തി തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്ക് എന്നോടും അത് തന്നെയാണ് എനിക്ക് പ്രാർത്ഥന. നാരായണീയം എന്ന് പറയുന്ന മഹാഗ്രന്ഥം, മഹത്തായിട്ടുള്ള ഗ്രന്ഥം. അത് സ്തോത്ര കാവ്യമാണ്. സ്തോത്രവും കാവ്യം ഇതൊക്കെ കൂടി ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ വളരെ. അപ്പൊ ഈ സ്തോത്ര കാവ്യങ്ങൾക്ക് സൗന്ദര്യലഹരി അതിമനോഹരമായിട്ടുള്ള സ്തോത്രമാണ്. കാവ്യമല്ല, പക്ഷെ സ്തോത്രമാണ്. സ്തോത്രമാലകളാണ്. ദേവിയുടെ അപാരമായ ശക്തി സൗന്ദര്യങ്ങളെ വർണ്ണിക്കുന്ന സൗന്ദര്യലഹരി ആഗ്രഹമുള്ള ഒരു കാര്യം നോക്കാം. അപ്പോൾ അതും വളരെ മനോഹരമായിട്ടുള്ള, നമ്മളിങ്ങനെ പ്രത്യക്ഷത്തിൽ ഇതിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നാരായണിയും ഈ സൗന്ദര്യലഹരിയും ഒക്കെ നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ഭാവന, കൽപ്പന ഇതൊക്കെ ഇങ്ങനെ ചിറക് വിടർത്തി ഇങ്ങനെ പറക്കും. കാർട്ടൂൺ ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഈ വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന ഒരു പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിനാണ് ഇതൊക്കെ നമ്മൾ വായിക്കുന്നത്. രാവണൻ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഒരു കാർട്ടൂൺ രാവണനെ കണ്ടാൽ അത് കിട്ടില്ല. നമ്മുടെ ഉള്ളിൽ ഈ രാവണന്റെ ഒരു വലിപ്പൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വായിക്കണമെന്നുണ്ട്. ഈ വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന സമുദ്രം അതൊരിക്കലും വരയ്ക്കുമ്പോഴുള്ള പരിമിതി അവിടെ ഒരു നാടകത്തിലോ ഒരു സിനിമയിലോ കാണുമ്പോൾ വളരെ പരിമിതമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇത് വാക്കുകൾ കൊണ്ട് പ്രപഞ്ചമായിട്ട് മാറുമ്പോൾ വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ തന്നെ അത് ആ വലിപ്പത്തിൽ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് കാവ്യങ്ങൾ വായിക്കണം, സ്തോത്രങ്ങൾ മനസ്സറിഞ്ഞ് ജപിക്കണം എന്ന് പറയുന്നത്. മനസ്സറിഞ്ഞ് ജപിക്കുമ്പോഴാണ് അത് ഭഗവാന്റെ തോറ്റമായിട്ട് മാറുമ്പോൾ, ഭഗവതിയുടെ തോറ്റം, സ്തോത്രമാണ് മലയാളത്തിൽ തോറ്റം എന്ന് പറയുന്നത്. ആ തോറ്റമായിട്ട് മാറുമ്പോൾ അത് നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരനെ തന്നെ ഉണർത്തുകയും ആ എന്ത് ശക്തിയാണോ നമ്മൾ ഈശ്വരനോട് ആവശ്യപ്പെട്ടത് ആ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണരുകയും ചെയ്യുക. അതാണ് നമ്മളെ തോറ്റങ്ങൾ, സ്തോത്രങ്ങൾ ശക്തിമത്തായിട്ട് നടത്തുന്നത്. അപ്പം അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള എല്ലാ വാതരോഗങ്ങളെയും, വാദം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാലം കേട്ടോ. അപ്പം ശരിയാ, വായുരോഗങ്ങൾ, വായുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
ഉള്ള രോഗങ്ങൾ. ഞാൻ മണലാടുകാവില് നമ്മുടെ ആദ്യത്തെ പ്രളയ സമയം കർക്കിടക മാസമായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ അവിടെ പ്രഭാഷണം നടത്തി ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വെള്ളം ഇതാ കാണുന്നു, ഇനി അടുത്ത് വരാൻ പോകുന്നത് വായുവാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എനിക്ക് അവിടെ മണലാടുകാവിലൊക്കെ ഞാൻ പ്രഭാഷണം നടത്തുമ്പോഴും എനിക്ക് എന്തോ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സന്ദർഭത്തിൽ ഒരു വ്യാഖ്യാനം വന്നിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം മുമ്പ് തയ്യാറാക്കിയിട്ട് ഞാൻ പ്രഭാഷണത്തിന് പോകാറില്ല. വരുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കൈയിട്ട് വരും, ഇവിടെ വന്നാൽ ഏതെങ്കിലും ഒരു കഥാഭാഗമാണോ നിങ്ങൾ പറയണ വെച്ചാൽ ഏതെങ്കിലും ഒരു പുസ്തകം ഒന്ന് വാങ്ങേണ്ടി വരും എനിക്ക്. അപ്പൊ എന്തായാലും നാരായണിയോട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഈശ്വര അനുഗ്രഹം മാത്രമാണ് ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അത് വളരെ ചെറുതാണ്, പക്ഷെ എന്നാൽ പോലും എനിക്ക് അനുഭവമുള്ളത് അത് ചേർത്തിട്ടാണ് ഞാൻ ഒരാളോട് സംസാരിക്കുന്നത്. എൻ്റെ ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വളരെ അടുത്ത് നിൽക്കുന്നവരുടെ അനുഭവങ്ങൾ, എൻ്റെ അനുഭവം അതാണ് എനിക്കുള്ള ഗുണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ രാമായണം വായിച്ചാൽ അത് നിങ്ങൾക്ക് അനുഭൂതിയായിട്ട് മാറും. നാരായണീയം വായിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഗുണം എന്താണ്. പഞ്ചസാരയുടെ രുചി എന്താണെന്ന്, ശർക്കരയുടെ രുചി എന്താണെന്ന് നമുക്ക് പറയാം. മധുരമാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയാം, വ്യത്യാസമുണ്ട്, എങ്ങനെ വർണ്ണിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണമെന്നുള്ളത് സ്വയം തന്നെ അനുഭവിച്ച് അനുഭൂതിയായിട്ട് മാറ്റുക. അതാണ് നമ്മളുടെ ഈ വായനയുടെയൊക്കെ. പിന്നെ സത്സംഗം എന്ന് പറയുന്നത് അതിപ്പോൾ ഈ ഇരിക്കുന്ന സമയം നമ്മൾ നല്ലതല്ലേ വിചാരിക്കും, എന്നിട്ട് പോലും നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ പലതും ചിന്തിക്കും. ഞാൻ കാലത്ത് ഇപ്പോൾ 6:30 മണിക്ക് ഒരു രാമായണ പഠനം വളരെ വെക്കുന്നുണ്ടല്ലോ ഓൺലൈനായിട്ട്. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ അത്ര നേരം എൻ്റെ മനസ്സ് നല്ല കാര്യങ്ങൾ. പിന്നെ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഇത്തിരി പ്രായമായി, അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ വലിയ സങ്കടം. അപ്പം ഞാൻ നോക്കുമ്പോൾ വീട്ടിലത് ചെയ്യണമെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ കുറേ പേര് ഇതെങ്ങനെയാണ് രാമായണം വായിക്കേണ്ടത് എന്നിങ്ങനെ സംശയം. ഓരോ 10 വരിയോ 20 വരിയൊക്കെ ഉള്ളൂ, അത് ഇങ്ങനെ വിശദീകരിച്ച് അതിൻ്റെ ഓരോ വാക്കർത്ഥം പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പഠനം കളഞ്ഞു. ഒന്നാം ദിവസം ഒരു മുൻവിധി ഉണ്ടായില്ല, തലേ ദിവസം തോന്നി പലരും ഇങ്ങനെ ചോദിച്ചപ്പോൾ. എനിക്ക് അതൊന്നും കൂടുതൽ എലാബറേറ്റ് ചെയ്തിട്ട് അതിനുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഇല്ല. ഞാൻ അങ്ങനെ അതിന് നിൽക്കാറുമില്ല കേട്ടോ. പബ്ലിസിറ്റി എൻ്റെ ചുമതലയല്ല എന്ന് വിചാരിക്കുന്ന ഒരാളും. അപ്പോൾ അതങ്ങനെ തുടങ്ങി വെക്കുന്നതിൻ്റെ കാര്യം ഇതാണ്, എനിക്ക് മറ്റുള്ളവരെ നന്നാക്കാൻ ഞാൻ അത്ര വലിയ കഴിവുള്ള ആളൊന്നുമില്ല. പക്ഷെ അത് എനിക്ക് നന്നാവാൻ ഒരു നിമിത്തമാണെങ്കിൽ അതിനെ ഞാൻ പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു, ഞാൻ ഈ ഇത്ര നേരം ഞാൻ നല്ലതേ വിചാരിക്കുള്ളൂ എന്നുള്ള ഒരു ബോധ്യം. അത് ഇപ്പോൾ വൈകുന്നേരം പ്രഭാഷണത്തിൽ കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖമാണ്. കുറച്ച് ശാരീരികമായിട്ട് ചെറിയ പ്രശ്നം തോന്നുന്നെങ്കിലും മനസ്സ് ഇങ്ങനെ ഒരു തരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഏറ്റവും രസമാണ് ആ ഒഴുക്കിൽ ഇങ്ങനെ പോയാൽ മതി കർക്കിടക മാസം. ഈ കർക്കിടകം കഴിഞ്ഞാൽ ഏതാണ്ട് ഞാനൊരു ജഡാണ് കേട്ടോ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൻ്റെ ശ്രീഭഗവതിയുടെ മാസമാണത്. ആ ശ്രീഭഗവതിയുടെ മാസത്തിൻ്റെ എല്ലാ ശുദ്ധികളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങളുടെ സകലമാന ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളും അതൊക്കെ നശിച്ചു പോകട്ടെ. എല്ലാവരും നല്ല ഉണർവുള്ളവരാവട്ടെ. ആ വാതരോഗങ്ങൾ മാത്രമല്ല അല്ലേ, നമുക്ക് വാതവും പിത്തവും കഫവും ഉണ്ട്, ത്രിദോഷങ്ങളാണ് നമ്മുടെ രോഗങ്ങൾക്ക് അടിസ്ഥാനം. അപ്പൊ അതിന്റെ സന്തുലനം ഉണ്ടാവട്ടെ. അപ്പൊ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ അപകടമായി. അതാണ്. അപ്പോൾ ഈ ത്രിദോഷങ്ങളിലെ ദോഷാംശങ്ങളൊക്കെ മാറിയിട്ട് ഇതിന്റെ ഒരു സന്തുലിതമായ അവസ്ഥ നമുക്ക് വരട്ടെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ധർമാർത്ഥ കാമങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് നിവർത്തിക്കാൻ സാധിക്കും. മോക്ഷത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. അത് നേരാകുമ്പോൾ കിട്ടിയാൽ മതി എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് പിന്നീട് നമസ്കാരം. ഞാൻ അധികം സമയം എടുത്ത് പറയണത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇത്രയും മതിയല്ലോ.